പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശ്രുതിയും താളവും. അപ്പോൾ ഇന്ന് നമ്മൾ താളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ താളം ഷാർപ്പാവുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് അലങ്കാരങ്ങളാണ് നമ്മളെടുക്കാൻ പോകുന്നത്. അതിൽ രണ്ടാമത്തെ അലങ്കാരം മധ്യതാള അലങ്കാരം. അതിൽ ഒരു താളത്തിൽ തന്നെ നമ്മൾ 3 കാലവും പാടുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളെ താളം ഏറ്റവും നല്ല രീതിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു എക്സർസൈസ്. നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ശ്രുതി സി ആണ്. അതായത് ഒരു ഘട്ടം. നമ്മളൊന്ന് പാടി നോക്കാം. സ രേ ഗ രേ സ രേ സ രേ ഗ മ രേ ഗ മ ഗ രേ ഗ രേ ഗ മ പ ഗ മ പ മ ഗ മ ഗ മ പ ധ മ പ ധ പ മ പ മ പ ധ നി പ ധ നി ധ പ ധ പ ധ നി സ സ നി ധ നി സ നി സ നി ധ പ നി ധ പ ധ നി ധ നി ധ പ ധ പ മ പ ധ പ ധ പ മ ഗ പ മ ഗ മ പ മ പ മ ഗ രേ മ ഗ രേ ഗ മ ഗ മ ഗ രേ സ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ അലങ്കാരം എടുത്തിട്ട് അതിൽ 3 കാലവും പാടുകയാണ്. അതായത് നമ്മളെ താളത്തിൻ്റെ സ്പീഡ് കൂടുന്നില്ല, നമ്മൾ പാടുന്നതിൻ്റെ സ്പീഡ് 3 കാലങ്ങൾ പാടുന്നതിൻ്റെ സ്പീഡാണ് കൂടുന്നത്. അതായത് നമ്മൾ ഫസ്റ്റത്തെ ലൈന് 1-ാം കാലം, പിന്നെ വരുന്ന 2 ലൈന് 2-ാം കാലം, പിന്നെ വരുന്ന 4 ലൈനാണ് 3-ാം കാലം, പിന്നെ അത് അതേപോലെ റിവേഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന 2 ലൈന് 2-ാം കാലം, പിന്നെ വരുന്ന 1 ലൈന് 1-ാം കാലം. ആ രീതിയിലാണ് നമ്മൾ പാടുന്നത്. നമുക്കൊന്നും കൂടെ വേറൊരു അലങ്കാരം കൂടെ എടുത്തു നോക്കാം. രൂപകതാള അലങ്കാരം എടുത്തു നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു താളമാണ് രൂപകതാളം. അപ്പോൾ അതെങ്ങനെയാണ് പാടുന്നതെന്ന് ഒന്ന് നോക്കാം. രൂപകതാളം സ രേ സ രേ ഗ മ രേ ഗ രേ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ ധ പ മ ഗ പ മ പ മ ഗ രേ മ ഗ മ ഗ രേ സ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുക. രാഗ കല്യാണി സ്കൂൾ ഓഫ് മ്യൂസിക്. ഓക്കെ, താങ്ക് യു.